നിലവിൽ കേരളത്തിൽ നിന്നുള്ള രണ്ട് പ്രധാന ഫുട്ബോൾ ക്ലബ്ബുകളാണ് കേരള ബ്ലാസ്റ്റേഴ്സും ഗോകുലം കേരളയും. ബ്ലാസ്റ്റേഴ്സ് ഐഎസ്എല്ലിലും ഗോകുലം ഐ ലീഗിലുമാണ് പന്ത് തട്ടുന്നത്. ഐ ലീഗിൽ ചാമ്പ്യന്മാരായാൽ ഗോകുലത്തിന് ഇന്ത്യയുടെ പ്രഥമ ഡിവിഷനായ ഐഎസ്എല്ലിലും പന്ത് തട്ടാനാവും. ഇപ്പോഴിതാ ഈ രണ്ട് ക്ലബ്ബുകൾക്കും പുറമെ കേരളത്തിൽ നിന്നും പ്രൊഫഷണൽ ലീഗിൽ പന്ത് തട്ടാൻ കൂടുതൽ ടീമുകൾ എത്തുമെന്നാണ് സൂചനകൾ. കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് കേരള സൂപ്പർ ലീഗിന്റെ ഫ്രാഞ്ചൈസികളെ പ്രഖ്യാപിച്ചിരുന്നു. കോഴിക്കോട്, കണ്ണൂർ, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം, തൃശൂർ എന്നീ 6 നഗരങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഫ്രാഞ്ചൈസികളെയാണ് പ്രഖ്യാപിച്ചത്. എന്നാൽ ഈ 6 ക്ലബ്ബുകളും നിലവിൽ സൂപ്പർ ലീഗ് കേരളയിൽ കളിക്കാനുള്ള ടീമുകൾ മാത്രമാണ്. എന്നാൽ സൂപ്പർ ലീഗ് കേരളയ്ക്ക് പുറമെ ഈ ടീമുകളെ ഐ ലീഗിലേക്ക് എത്തിക്കാനുള്ള ചില നീക്കങ്ങൾ നടക്കുകയാണ്. ലഭ്യമാവുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് സൂപ്പർ ലീഗിലെ ചാമ്പ്യന്മാർക്ക് ഐ ലീഗിലേക്ക് യോഗ്യത നൽകാനുള്ള നീക്കം കേരള ഫുട്ബോൾ അസോസിയേഷൻ നടത്തുകയാണ്. കെഎഫ്ഐയുടെ ഈ നീക്കം വിജയിച്ചാൽ സൂപ്പർ ലീഗിലെ ചാമ്പ്യന്മാർക്ക് ഐ ലീഗ് കളിക്കാനാവും. എന്നാൽ കേരള ഫുട്ബോൾ അസോസിയേഷന്റെ ഈ നീക്കം എളുപ്പത്തിൽ വിജയിക്കാവുന്ന ഒന്നല്ല. കൂടാതെ സൂപ്പർ ലീഗ് എത്രത്തോളം വിജയകരമാവുമെന്നതിനെയും അടിസ്ഥാനമാക്കിയായിരിക്കും എഐഎഫ്എഫ് ഈ നീക്കത്തിൽ പച്ചക്കൊടി കാണിക്കാൻ. കെഎഫ്ഐയുടെ നീക്കം വിജയിച്ചാൽ കേരളത്തിൽ നിന്നും ബ്ലാസ്റ്റേഴ്സിനും ഗോകുലയ്ക്കും പിറകെ കൂടുതൽ ജനകീയ ക്ലബ്ബുകൾ വരുമെന്ന കാര്യം ഉറപ്പാണ്. ഇവർ ഭാവിയിൽ ഐ ലീഗിലും ഐഎസ്എല്ലിലും കളിച്ചേക്കും. ഇത് കേരള ഫുട്ബോളിനും ഏറെ ഗുണകരമാണ്.